നമ്മൾ വരുമ്പോ ഒരു ബോംബുമായിട്ട് വരണ്ടേ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു വലിയ വാർത്ത വരുന്നു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതായി സൂചന. മോഹൻലാലിന് രാജിക്കത്ത് നൽകി. ഓ മൈ ഗോഡ്. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് നേരത്തെ ഒരു നടിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഇന്നലെ പ്രതിരോധത്തിലായിരുന്നു. നടി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിരുന്നു. രാജിവെച്ചു, അയാള് വെക്കണം, ടു ലേറ്റ് ആണ്. ഇതിനു മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നോടിത് വേണ്ടായിരുന്നു. നിനക്കത് കിട്ടണടാ, കിട്ടണം. തന്നെ ആക്രമിച്ചു ഈ സിദ്ദിഖ് വർഷങ്ങൾക്ക് മുമ്പ്, അതും 18 വയസ്സിൽ താഴെയായിരുന്ന ഘട്ടത്തിലാണ് എന്നാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ആ ഘട്ടത്തിൽ സിദ്ദിഖിൽ നിന്ന് ക്രൂര ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് ആ നടി ഇന്നലെ വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പതി ഒക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയുക നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ളൊരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറേ ശ്രമങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ എലമെന്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട്. ശരിക്കും കയ്യിൽ രാജിവെക്കുന്ന ഹി ടോട്ടലി ഡിസേർവ് ഇറ്റ്. അയാളെ രാജ്യം മാത്രമല്ല, എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാര്യം നമ്മളെപ്പോലുള്ള 100,000 സർവൈവേഴ്സിന്റെ ഡ്രീമിൽ ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. കാര്യം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റ് കഴിവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടി കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെ അയാളെ ബാൻ ചെയ്യണം എന്ന്, ഒരു കൾച്ചറൽ സ്പേസസിലും ഇങ്ങനെയുള്ള അബ്യൂസസിന് സ്പേസ് കൊടുക്കരുത് എന്നും കൂടെ ഉണ്ട്. അതൊക്കെ ഞാനേറ്റ് ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല. സമാധാനമായല്ലോ. നിയമപരമായി കൂടി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് ഒരു ടൈമിലുണ്ടായിരുന്നു. അത് ഫുള്ളി എൻ്റെ ഹാൻഡിലല്ല. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ കംഫർട്ടിൻ്റെ കാര്യം, ഞാനൊരു ഇൻഡിവിജ്വലും കൂടെയാണല്ലോ. കുറച്ച് വർഷമേ ഞാനിവിടെ ജീവിക്കുകയുള്ളൂ. അപ്പം അതിനിടയിൽ എനിക്ക് കളയാനുള്ള സമയവും പ്രധാനമായിട്ടില്ല എന്നുള്ളതാണ്. കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. അദ്ദേഹത്തിന്റെ മെലോഡ്രാമ കണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ റെസ്പോൺസും. എനിക്കിനി വയ്യ ഇത് മീഡിയയിലും എല്ലായിടത്തും ഇങ്ങനെ വരുന്നതും. അയാൾ ഓരോ ഫിലിമിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാ ഫിലിമിലും ഇദ്ദേഹം ഒരു ടൈമിൽ പറഞ്ഞത്, ഇയാൾ ഫിലിമിൽ വരുന്ന എനിക്ക് പ്രശ്നമാണ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ അതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്ററിൽ നമുക്ക് ഓരോ മൂവിയിലും ഇയാൾ ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴൊക്കെ ഓരോ സർവൈവേഴ്സിനും അത് തോന്നുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾക്കിവിടെ അയാളുടെ ടാലന്റോ അയാളുടെ സോക്കോൾഡ് മഹാനടനോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഹീസ് ആൻ അറ്റാക്കർ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. നമ്മളെപ്പോലുള്ള 100,000 ആളുകളുടെ സ്വപ്നത്തിൽ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും. അത് കട്ട് ചെയ്ത് കളയാനും ഇവിടെ ഉള്ള ഓരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിലുള്ള ഓരോ ആളുകളും, അത് ബീറ്റ് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ദയവേത് ഇതൊക്കെ മനസ്സിലാക്കണം. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. ഇനിയും അയാൾക്ക് കൊടുക്കാൻ 100,000 ഓപ്പർച്യൂണിറ്റീസ് അയക്ക് കൊടുക്കാൻ ഇവിടെ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തുറന്നു പറച്ചലിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ടൈമിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇതുപോലെ വേറെ പല കോളും അനോണിമസ് ആയിട്ട് വരുന്നു, അൺനോൺ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇവർ വഴിയാണ് നമുക്ക് 100% അറിയാം. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. എല്ലാത്തിനും അവസരം വരും, ഇപ്പൊ ഒന്നിനും പോകണ്ട. ഈ ടൈമിൽ എനിക്ക് കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് ഇവിടെ ഉണ്ട്. സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു അറ്റാക്ക് നേച്ചർ ആണെങ്കിലും ആളുകൾ സംവെയർ ദേ ആർ റെഡി ടു ലിസൺ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ മഹാന്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്നറിഞ്ഞാത്ത സത്യ.